ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയ്സ് എന്ന ആത്മീയ ശുശ്രൂഷയാണ്. ഇന്ന് ദൈവവചനത്തിൽ നിന്നും സഹോദരൻ പ്രൈസ് സണ്ണി നന്നുവക്കാട് ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. അറിഞ്ഞിടും എന്നെ അഖിലവും ദൈവം അവൻ ഹിതം പോലെ നടത്തിടുന്നു. അറിഞ്ഞിടും എന്നെ അഖിലവും ദൈവം അവൻ ഹിതം പോലെ നടത്തിടുന്നു. അന്നു താൻ തരും തുമ്പമോ ഇമ്പമോ അത് മതി എനിക്ക് അനുഗ്രഹമാ. അന്നു താൻ തരും തുമ്പമോ ഇമ്പമോ അത് മതി എനിക്ക് അനുഗ്രഹമാ. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ ക്രിസ്തീയ ജീവിത യാത്രയതിൽ. കണ്ണീരിൻ വേളയിൽ കഷ്ടങ്ങളേറെയും അരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. കണ്ണീരിൻ വേളയിൽ കഷ്ടങ്ങളേറെയും വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ഞങ്ങളെ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തുയേശുവിൽ ഞങ്ങളുടെ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. ഇന്നൊരു പകൽ കൂടെ കാണുവാൻ ദൈവം നമ്മളെ സഹായിച്ചു. നമ്മളെപ്പോലെ സമപ്രായക്കാര്, ആരോഗ്യമുള്ളവര്, പ്രായം കൂടിയവര്, കുറഞ്ഞവര്, മരണം വഴിയായി ഇന്ന് പ്രഭാതം കാണാതെ കടന്നു പോയപ്പോൾ എന്നെയും നിങ്ങളെയും സൂക്ഷിച്ച ദൈവത്തിന് നമുക്കിന്ന് നന്ദി കരയറ്റാം. ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായിട്ട് ഡാനിയേലിന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. ബുക്ക് ഓഫ് ഡാനിയേൽ ചാപ്റ്റർ 1:8. എന്നാൽ രാജാവിന്റെ ഭോജനം കൊണ്ടും അവൻ കുടിക്കുന്ന വീഞ്ഞു കൊണ്ടും തന്നെത്താൻ അശുദ്ധമാക്കുകയില്ല എന്ന് ഡാനിയേൽ ഹൃദയത്തിൽ നിശ്ചയിച്ച് തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു എന്ന് കാണുന്നു. ദൈവത്തിന് മഹത്വം. വളരെ സുപരിചിതമായ ഒരു വാക്യമാണല്ലോ നമ്മൾ വായിച്ചത്. ഇതിന്റെ പശ്ചാത്തലമൊക്കെ നമുക്കറിയാം. ഡാനിയേൽ അടക്കമുള്ള 4 യുവാക്കൾ, യഹൂദ ബാലന്മാർ, ബാബേലിൽ അടിമകളായി അവരെ കൊണ്ടുവന്നപ്പോൾ വ്യത്യസ്തമായ ഒരു സാഹചര്യത്തിലാണ് അവരായിരിക്കുന്നത്. ഒരു അന്യ സംസ്കാരത്തിലേക്ക് അവരായിരിക്കുന്നു. ദൈവിക വിശ്വാസത്തിന് വിരുദ്ധമായതായ ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. എന്നാൽ ഡാനിയേൽ ചില തീരുമാനങ്ങൾ എടുക്കുന്നതായിട്ട് ഇവിടെ നാം കാണുന്നു. അവൻ ദൈവത്തോട് വിശ്വസ്തനായി നിൽക്കുവാൻ ഇവിടെ തീരുമാനിക്കുന്നു. ഈ തീരുമാനം ഡാനിയേലിന്റെ ജീവിതത്തെ മാത്രമല്ല, ചരിത്രത്തെ മാറ്റിയതായിട്ട് നാം കാണുന്നു. അപ്പോൾ ഡാനിയേലിന്റെ ഈ തീരുമാനത്തിന്റെ പ്രത്യേകത എന്താണെന്ന് ഇന്ന് പകൽക്കാലം പറയുവാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 4 വിധത്തിലുള്ള പ്രത്യേകതകളെ കുറിച്ച് പറയുവാനായിട്ടാണ് ഇന്ന് പകൽ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായിട്ട് തൻ്റെ തീരുമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് ദൈവത്തോടുള്ള ആത്മാർത്ഥതയായിരുന്നു എന്നുള്ളതാണ് കാണുവാനായിട്ട് കഴിയുന്നത്. ഡാനിയേൽ തൻ്റെ ഹൃദയത്തിൽ നിശ്ചയിച്ചു എന്ന് അവിടെ വായിക്കുന്നു. ഈ നിശ്ചയിച്ചു എന്ന വാക്ക് നാം നോക്കുമ്പോൾ ഉറച്ച തീരുമാനമാണ്. അതൊരിക്കലും പ്രശ്നങ്ങൾ വന്നപ്പോൾ എടുത്തതായ ഒരു തീരുമാനമല്ല, മറിച്ച് അതിനു മുമ്പേ ഉള്ളതായ തീരുമാനം. അവന്റെ മനസ്സിൽ ദൈവവചനമാണ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ഡാനിയേലിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദൈവത്തോടുള്ള ആത്മാർത്ഥത അനുബന്ധിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു ഡാനിയേൽ ഇവിടെ എടുത്തതെന്ന് കാണുന്നു. പുറത്തുള്ള സമ്മർദ്ദത്തിന് മുമ്പായി ഉള്ളിലെ ഉറപ്പാണ് നിർണായകമായിട്ട് വേണ്ടത്. ഒരുപക്ഷെ സംസ്കാരങ്ങൾ വ്യത്യസ്തമായിരിക്കാം, സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരിക്കാം. എന്നാൽ ഡാനിയേലിന് അറിയാമായിരുന്നു ദൈവത്തോടുള്ള ആത്മാർത്ഥതയാണ് എനിക്ക് മുമ്പേ വേണ്ടത്. അതിനനുസരിച്ചുള്ള തീരുമാനമാണ് താൻ ഇവിടെ എടുക്കുവാനായിട്ട് ഇടയായിത്തീർന്നത്. ദൈവവചനത്തിൽ ആധാരമാക്കിയുള്ള തീരുമാനമാണ് ഡാനിയേലിനെ ഇവിടെ ശക്തനാക്കിയത്. അപ്പോൾ ഡാനിയേലിന്റെ തീരുമാനം അത് ദൈവത്തോടുള്ള ആത്മാർത്ഥതയായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയും. രണ്ടാമതായിട്ട് അവന്റെ തീരുമാനത്തിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ അത് വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള എടുത്തതായ ഒരു തീരുമാനമായിരുന്നു. നമ്മൾ വായിച്ചതുപോലെ രാജാവിന്റെ വിഭവങ്ങളിൽ നിന്ന് തന്നെത്താൻ അശുദ്ധനാക്കുകയില്ല എന്നുള്ളതായിരുന്നു ആ തീരുമാനം. ഒരു ഭക്ഷണത്തിൽ പോലും ഡാനിയേല് തന്റെ വിശുദ്ധിയെ കാത്തിരുന്നു എന്നുള്ളത് നാം ഇവിടെ കാണുന്നു. ഒരു ഭക്ഷണത്തിൽ പോലും തന്റെ വിശുദ്ധിക്ക് ഭംഗം വരുവാനായിട്ട് പാടില്ല എന്ന് ഡാനിയേല് ഉറച്ച നിലപാട് എടുക്കുവാനായിട്ട് തീരുന്നു. ഒരുപക്ഷെ ഈ ഭക്ഷണം യഹൂദ നിയമം അനുസരിച്ച് അശുദ്ധമായിരിക്കാം, അല്ലെങ്കിൽ വിഗ്രഹങ്ങൾക്ക് സമർപ്പിച്ചതാണ്. എന്നാൽ അതിനെ ഒന്നും ഡാനിയേല് ആസ്വദിക്കുവാനായിട്ട് മനസ്സ് വയ്ക്കുന്നില്ല. മറിച്ച് അത് അവന്റെ വിശുദ്ധിക്ക് ഭീഷണിയാകുന്നു എന്ന് മനസ്സിലാക്കി അതിനെ
അകറ്റുകയാണ് ഇവിടെ ചെയ്യുന്നത്. അങ്ങനെ ഒരു തീരുമാനമാണ്, തന്റെ വിശുദ്ധിക്ക് ഭംഗം വരരുത് എന്നുള്ള നിലയിലുള്ള നിലപാടായിരുന്നു ഡാനിയേൽ എടുത്തതായ തീരുമാനമെന്ന് പറയുന്നത്. നമുക്കറിയാം, വിശുദ്ധി എന്ന് നമ്മളെപ്പോഴും ഒരു വാക്കായിട്ട് പറയാറുണ്ടെങ്കിലും അതൊരു വാക്കല്ല, മറിച്ച് നമ്മുടെയൊക്കെ ജീവിതത്തിൽ അതൊരു നിലപാടായിട്ട് എടുക്കുവാനായിട്ട് ഇടയായി തീരണം. ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് വേണ്ടി ഡാനിയേല് ഭക്ഷണത്തിൽ പോലും വിശുദ്ധിയെ കണ്ടിരുന്നു എന്നുള്ളത് നമുക്കിവിടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പലപ്പോഴും പല സാഹചര്യങ്ങൾ വ്യത്യസ്തമായിരുന്നാലും എൻ്റെ വിശുദ്ധിയുടെ എതിരായിട്ട് വരുമ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള തീരുമാനങ്ങൾ എൻ്റെ ജീവിതത്തിൽ എടുക്കാറുണ്ടോ? ഇന്ന് പകൽ നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിക്കാം. എൻ്റെ നിലപാടുകൾ, ഞാൻ എടുക്കുന്ന തീരുമാനങ്ങൾ, അത് എൻ്റെ വിശുദ്ധിക്ക് ഭംഗം വരുന്ന തീരുമാനമാണോ ഞാൻ എടുക്കുന്നത് എന്ന് ഇന്ന് പകൽ നമുക്ക് ചിന്തിക്കാം. എന്താണ് എൻ്റെ തീരുമാനങ്ങളുടെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ദൈവത്തോടുള്ള ആത്മാർത്ഥതയോടനുബന്ധിച്ചുള്ള ഒരു തീരുമാനമായിരുന്നു. അത് വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമായിരുന്നു. മൂന്നാമതായിട്ട് തൻ്റെ തീരുമാനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നോക്കുമ്പോൾ അത് വളരെ ധൈര്യത്തോടും ജ്ഞാനത്തോടും കൂടെ ചേർന്നതായ ഒരു തീരുമാനമായിരുന്നു. ദാനിയേല് വളരെ വിനയത്തോടു കൂടിയും വളരെ ധൈര്യത്തോടും കൂടിയാണ് ഈ കാര്യങ്ങളെ ഷണ്ഡാധിപനോട് പറയുന്നതായിട്ട് നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. തനിക്ക് അശുദ്ധി ഭവിപ്പാൻ ഇടവരുത്തരുതെന്ന് ഷണ്ഡാധിപനോട് അപേക്ഷിച്ചു. തൻ്റെ ആവശ്യങ്ങൾ ധൈര്യത്തോടുകൂടെ ജ്ഞാനത്തോടുകൂടെയാണ് ഡാനിയേല് അവിടെ അറിയിക്കുന്നത്. ഒരുപക്ഷെ തനിക്ക് വേണമെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് പോകാമായിരുന്നു. എന്നാൽ തെറ്റാണെന്ന് അറിഞ്ഞുകൊണ്ട് ധൈര്യത്തോടെ അത് മുമ്പോട്ട് പറയുവാൻ കാണിച്ചതായ ഒരു തീരുമാനമാണ് ഡാനിയേല് ഇവിടെ എടുത്തത്. അവന്റെ തീരുമാനം നിഷേധമല്ല, വ്യവസ്ഥാപിതമായ മറ്റൊരു മാർഗം ഉപേക്ഷിച്ചിരിക്കുകയായിരുന്നു എന്നുള്ളത് നമുക്ക് പിന്നീട് താഴോട്ട് വായിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. വളരെ ദൈവഭക്തിയുള്ള തീരുമാനങ്ങൾ ധൈര്യത്തോടും ജ്ഞാനത്തോടും കൂടവേ ആയിരിക്കണം. ഡാനിയേലിനെ പോലെ സത്യത്തിൽ ഉറച്ചുള്ളതായ ധൈര്യത്തോടു കൂടിയുള്ള ഒരു തീരുമാനം നമുക്ക് എടുക്കുവാനായിട്ട് ഇടയായി തീരണം. തുറന്നു പറയുവാനായിട്ടുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കണം. ചെയ്യുന്നത് അല്ലെങ്കിൽ അത് തെറ്റാണ്, ഞാൻ ഇങ്ങനെ ആയിരിക്കുകയില്ല എന്നുള്ള തീരുമാനം എടുക്കുവാനൊക്കെ സാഹചര്യം നമ്മുടെ ജീവിതത്തിലും ഉണ്ടായിരിക്കണം. ഡാനിയേലിന്റെ ജീവിതത്തിൽ താൻ എടുത്ത തീരുമാനത്തിന്റെ പ്രത്യേകത അത് ധൈര്യത്തോടു കൂടെ ചേർന്നതായ അല്ലെങ്കിൽ ജ്ഞാനത്തോടു കൂടി ചേർന്നതായ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളത് കാണുവാനായിട്ട് കഴിയുന്നു. അവസാനത്തെ തന്റെ തീരുമാനത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് നാം ഒന്ന് നോക്കുമ്പോൾ ദൈവം ആദരിച്ചതായ ഒരു തീരുമാനമായിരുന്നു എന്നുള്ളത് നമുക്കിവിടെ കാണുവാനായിട്ട് കഴിയും. 9-ാം വാക്യം നാം ഒന്ന് വായിക്കുമ്പോൾ, ദൈവം ഡാനിയേലിന് ഷണ്ഡാധിപന്റെ മുമ്പിൽ ദയയും കരുണയും ലഭിപ്പാൻ ഇടവരുത്തി എന്ന് കാണുന്നു. ദൈവം അവിടെ ഡാനിയേലിന്റെ തീരുമാനങ്ങളെ ആദരിച്ചതായിട്ട് നാം അവിടെ കാണുന്നു. ഡാനിയേൽ ദൈവത്തെ ആദരിച്ചപ്പോൾ അവന്റെ തീരുമാനങ്ങളെല്ലാം ദൈവം ആദരിച്ചപ്പോൾ ദൈവം അവനെ അവിടെ ആദരിക്കുന്നതായിട്ട് നാം കാണുന്നു. 20-ാം വാക്യത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ അവിടെ രാജാവ് പറയുന്നതായ ഒരു കാര്യമുണ്ട്, ഇവർ എല്ലാവരിൽക്കാളിലും വിശിഷ്ടരെന്ന് ഞാൻ കാണുന്നു എന്നുള്ളത്. അപ്പോൾ അവരുടെ എല്ലാ മധ്യത്തിൽ ദൈവം ദാനിയേലിനെ ആദരിക്കുന്നതായിട്ട് നാം കാണുന്നു. ദൈവം ആദരിച്ചതായ ഒരു തീരുമാനമാണ് ഡാനിയേലിന്റെ തീരുമാനം. ഡാനിയേലിന്റെ വിശുദ്ധിയെ ദൈവം ആദരിച്ചു. തനിക്ക് ദയയും ജ്ഞാനവും ഉയർന്ന സ്ഥാനവും വരുവനായ ദൈവം നൽകി. നാം ദൈവത്തെ ആദരിക്കുമ്പോൾ ദൈവം നമുക്ക് വഴികൾ തുറക്കുന്നു. ഒരൊറ്റ വിശുദ്ധ തീരുമാനമാകാം ജീവിതം മുഴുവനും മാറ്റുമാറാക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം എന്നെ ആദരിക്കുന്നതായ തീരുമാനങ്ങളാണോ ഞാൻ എടുക്കുന്നതെന്ന് ഇന്ന് പകൽക്കാലം നമുക്ക് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീരണം. ഡാനിയേൽ എടുത്തതായ തീരുമാനത്തിന്റെ 4 പ്രത്യേകതകളെ കുറിച്ചാണ് നാം ഇന്ന് പകൽക്കാലം കേട്ടത്. അത് ദൈവത്തോടുള്ള ആത്മാർത്ഥതയായിരുന്നു. 2, അത് വിശുദ്ധിയുടെ അടിസ്ഥാനത്തിലുള്ള തീരുമാനമായിരുന്നു. 3, അത് ധൈര്യത്തോടും ജ്ഞാനത്തോടും കൂടെ തുറന്നു പറയാനുള്ള ഒരു തീരുമാനമായിരുന്നു. അത് ദൈവം ആദരിച്ചതായ ഒരു തീരുമാനമായിരുന്നു. ഡാനിയേൽ ഒരു അന്യദേശത്ത് സ്വന്തം ജനങ്ങളുമില്ലാതെ ദൈവത്തിന്റെ പക്ഷത്ത് ഉറച്ചു നിൽക്കുന്നതായിട്ട് നാം കാണുന്നു. അവന്റെ ഹൃദയത്തിലെടുത്ത ഒരു തീരുമാനം അവനെ ചരിത്രത്തിലെ ഏറ്റവും ശക്തമായ അധികാരികളിൽ ഒരാളാക്കി അവനെ മാറ്റിക്കഴിഞ്ഞു. പലപ്പോഴും ദൈവത്തിന് വേണ്ടി നമ്മൾ മനുഷ്യർക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം രാജാക്കന്മാരുടെ മുമ്പിൽ ഉയർത്തുവാനായിട്ട് ഇടയായി തീരും. ഇപ്രകാരം നമുക്ക് ചിന്തിക്കാം. ഒരു ദിവസം കൂടെ നമുക്ക് നൽകിയത് കൊണ്ട് എൻ്റെ തീരുമാനങ്ങൾ ഏത് നിലയിലാണ്? അത് ദൈവത്തോട് ആത്മാർത്ഥതയുള്ള തീരുമാനങ്ങളാണോ? എൻ്റെ വിശുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങളാണോ?
ഞാൻ ധൈര്യത്തോടുകൂടെ എൻ്റെ തീരുമാനത്തെ തുറന്നു പറയുവാൻ അങ്ങനെ എടുക്കുന്ന ഒരു തീരുമാനമാണോ? എൻ്റെ തീരുമാനങ്ങൾ അത് ദൈവം ആദരിക്കുന്നതായ തീരുമാനങ്ങളാണോ? ഇന്ന് പകൽക്കാലം ഇതിനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം. വലുവനായ ദൈവം എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.